ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് ഒരു ലൂറ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ്. നമ്മളിപ്പോൾ കാളാഞ്ചി പിടിക്കാൻ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇഷ്ട ക്യാച്ചുകളിലൊന്നാണ് നരിമീൻ, അതായത് കാളാഞ്ചി, ബാരാമുണ്ടി. അപ്പം അതിനെ പിടിക്കാൻ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യുന്ന ലൂറുകൾ കുറച്ചുണ്ട്. ഏതായാലും ബാരാമുണ്ടിക്ക് ഏറ്റവും നല്ല ലൂറുകളിൽ ഒന്നായ നമ്മുടെ ഗില്ലീസ് അറിയാം. ഗില്ലീസ് പെട്ടെന്ന് ബാരാമുണ്ടി അടിക്കുന്ന ഒരു ലൂറാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 750-800 ആ റേഞ്ചിലേക്ക് പോകും. അപ്പം നമുക്ക് റേറ്റ് കുറഞ്ഞ നമുക്കിരി വിലയില്ലാത്ത ഒരു നല്ലൊരു ലൂറ്. അപ്പം ബാരാമുണ്ടിക്ക് ഏറ്റവും 100% റിസൾട്ടുള്ള ഒരു അടിപൊളി ലൂറ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലുക്കാനയുടെ കൊമോഡോ 125 കേട്ടോ. അത് ഇച്ചിരി പഴയ ലൂറാണ്, പക്ഷേ അടിപൊളി ലൂറാട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഈ ലൂറ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ലൂറാണ്. അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഞാൻ ഈ ഹുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഹുക്ക് കുറച്ച് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തിൽ വീണ് തുരുമ്പ് പിടിച്ച് ആ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ഹുക്കാട്ടോ. മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നൂന്ന് പോകത്തില്ല. മീൻ കര കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് മറ്റേ ഗില്ലീസിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ അടിപൊളി ആക്ഷനും കാര്യങ്ങളും ഉണ്ട് ഈ വെള്ളത്തിൽ കേട്ടോ. അത് നിങ്ങൾ ഈ ലൂറ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. കാരണം പെട്ടെന്ന് മീനടിക്കുന്ന ഒരു ലൂറാണ് ഇത്. കാളാഞ്ചി മാത്രമല്ല, വാഹ അടിക്കാനും ഇതിന് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. വാഹയ്ക്കും ഭയങ്കര റിസൾട്ടുള്ള ഒരു അടിപൊളി ലൂറാണ്. ചെമ്പല്ലി അടിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ നമ്മുടെ കാളാഞ്ചിക്ക് കേട്ടോ. ഇതിന് മാർക്കറ്റിൽ ഏകദേശം 400 രൂപയാണെന്ന് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ, ഏകദേശം 1.5 വർഷം മുമ്പ് വാങ്ങിച്ചപ്പോൾ 400 രൂപയുള്ളായിരുന്നു. ഇപ്പോൾ എത്ര ആണെന്ന് അറിയത്തില്ല. കൂടാൻ ഒരു കാരണവശാലും വഴിയില്ല, കുറയാനേ സാധ്യതയുള്ളൂ, അറിയത്തില്ല. നിങ്ങളിപ്പോൾ ഒരു കാളാഞ്ചിക്ക് ലൂറ് തപ്പി നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരെ ഗില്ലീസ് അല്ലെങ്കിൽ സ്ട്രൈക്കർ 120 ഒക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നത്. നല്ല ലൂറാണ്, നല്ല റിസൾട്ടുള്ള ലൂറാണ്. എന്നാലും അതിൻ്റെയൊക്കെ വില എന്ന് പറയുമ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, കാളാഞ്ചിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇതിന് മറ്റേതിനെ അപേക്ഷിച്ച് ഇത് ഒരു ടൈപ്പേ ഉള്ളൂ. ഗില്ലീസാണ് 3 ടൈപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ 1 മീറ്റർ ഡെപ്തിൽ പോകുന്നുണ്ട്, 2 മീറ്റർ ഡെപ്തിൽ പോകുന്നുണ്ട്, 3 മീറ്റർ ഡെപ്തിൽ പോകുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പായിട്ട് വരുന്നുണ്ട് മറ്റേ ഗില്ലീസ്. ഇതാണെന്ന് പറഞ്ഞാൽ ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെപ്തിൽ പോകുന്ന ഒരു ലൂറാണ്. അതുകൊണ്ട് നമ്മുടെ ആ ഏരിയയെ പറ്റി ഒരു ധാരണയില്ലെങ്കിൽ ഇത് കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഉടക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ദോഷവശം, അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഭയങ്കര റിസൾട്ടുള്ള ലൂറാട്ടോ. ഏറ്റവും ഡീപ്പിൽ നിൽക്കുന്ന മീൻ വരെ ഇത് സ്ട്രൈക്ക് ചെയ്യും, കാരണം നല്ല ഡെപ്തിൽ പോകുന്ന ഒരു ലൂറാണ്. അപ്പോൾ നിങ്ങൾ കാളാഞ്ചിയെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ലൂറ് മേടിച്ച് കൈവച്ചോ കേട്ടോ. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ലുക്കാനയുടെ കൊമോഡോ 125 ആണ് ഈ ലൂറ് കേട്ടോ. ഏകദേശം 400 രൂപ വില വരുന്ന ലൂറാണ്. ഇത് വെച്ച് ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് വെച്ച് കാളാഞ്ചി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ കാളാഞ്ചി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർത്തേക്കാം. ചെറിയൊരു ഭാഗം, അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പം ഇതാണ് സാധനം. ഇപ്പോൾ ഒറ്റ ലൂറ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. അധികം വീഡിയോ വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുപോകത്തില്ല. കാര്യങ്ങൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കണ്ടോ. എൻ്റെ ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ നാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഡെപ്തിലേക്ക് പോകുന്ന ലൂറാണെന്ന്. അത്യാവശ്യം ഡെപ്തിൽ പോകുന്ന ഒരു 3 മീറ്ററോളം ഡെപ്തിൽ പോകുന്ന ലൂറാണ്. പിന്നെ നമുക്ക് ആ ഏരിയയെ പറ്റി, നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഏരിയയെ പറ്റി അത്യാവശ്യം ഒരു ധാരണയില്ലെങ്കിൽ ഉടക്കി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മീൻ അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അസാധ്യ ആക്ഷനാണ് വെള്ളത്തിൽ. ഇതിൻ്റെ ആക്ഷൻ നിങ്ങൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അടുത്തോട്ടം കാണാൻ കാസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആക്ഷൻ ഒന്ന് പരിശോധിക്കണം കേട്ടോ. അസാധ്യ ആക്ഷനാണ്, ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്. ഗില്ലീസിനേക്കാളും ആക്ഷനാണ് ഇത്. പക്ഷേ ഗില്ലീസ് കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞത്, ബാരാമുണ്ടിക്ക് ഏറ്റവും റിസൾട്ടുള്ളൊരു സാധനമാണ് ഗില്ലീസ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നൊരു ലൂർ കൂടിയാണ്. അപ്പോൾ അത് മേടിക്കാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ തികയുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്.
അപ്പം വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ ഗൈസ്. അപ്പം വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോവാതെ ഒന്ന് ഫോളോ ചെയ്ത് പോയി കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. നമ്മുടെ ചാനലിൽ ഫിഷിംഗ് വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസ്, ഇതുകൂട്ടത്തെ നല്ല നല്ല ടിപ്സ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ടിപ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.